രാത്രി സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസനും യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ലോകത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. അടുത്ത നിമിഷം നമുക്കെന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ആ നിലയിൽ ലോകാന്തരീക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അവസാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവഹിതപ്രകാരം ജീവിച്ചാൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെയുള്ള ദൈവമക്കൾ ദൈവവചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും അത് കർത്താവ് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന നല്ല ഹൃദയത്തിനായി താല്പര്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലും ഒരു പഠന രീതിയിൽ അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം. അതിനാധാരമായി തിരുവചനത്തിൽ നമുക്ക് വേദഭാഗം വായിക്കും. പുറപ്പാട് 9-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം. യഹോവ പിന്നെയും മോശെയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയുന്നത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗത്തിന്മേൽ വരും. അതികഠിനമായ വ്യാധിയും ഉണ്ടാകും. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. സ്വർഗത്തിലേക്കും സ്ഥിരമാക്കപ്പെട്ട നിന്റെ വചനം കേൾക്കുവാൻ പഠിക്കുവാൻ സാറേ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. ഇത് രാത്രി വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനം നല്ല വിത്തായി, നല്ല നിലത്ത് വീണ വിത്തായി ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അതിനുവേണ്ടി തുറക്കണമേ. വചനത്തിന് വാതിലിനെ തുറന്നിടണമേ. അരുതാത്തതൊന്നും സംസാരിക്കാതിരിപ്പാൻ കർത്താവെ നീ അടിനെ നിയന്ത്രിക്കണമേ. കർത്താവിന്റെ കൃപ അടിനമേൽ പകരണമേ. നിന്റെ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വം അങ്ങേക്ക് മാത്രം നൽകുന്ന നാഥ, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്നപ്പോൾ ദൈവം തന്റെ ദാസനായ മോശയെ അധികാരപ്പെടുത്തി അയച്ചിട്ട് ഫറവോനോട് പറഞ്ഞ ഒരു വാചകമാണ് ഇന്ന് രാത്രി നമ്മളോട് വായിച്ചു കേട്ടോ. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കും. തിരുവചന വെളിച്ചത്തിൽ ആരാധന എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരാധന 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 എന്ന ഒരു തത്വം ദൈവം ഇട്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒന്നിനെ അല്ലെങ്കിൽ ഒന്നിനെ ആരാധിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ ആരാധിക്കാൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൂതന്മാരെയാണ് സൃഷ്ടിച്ചത്. ദൂതന്മാരുണ്ടായിരുന്നു. ആ ദൂതന്മാരിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ദൂതന്മാരുടെ കൂട്ടത്തിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുപോലെ ദൈവത്തിന്റെ ദൂതന്മാരുടെ കൂട്ടത്തിലും പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയായിരുന്നു ആരാധിക്കായിരുന്നു. ലൂസിഫർ എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2 ചിറകുകൊണ്ട് മുഖം മൂടിയും 2 ചിറകുകൊണ്ട് പാദം മറിച്ചും 2 ചിറകുകൊണ്ട്
പറന്നു സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ രാവും പകലും വ്യത്യാസമില്ലാതെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഈ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാർ പാപം ചെയ്ത് നിഗളിച്ച് ദൈവം അവരെ അവിടെ നിന്ന് പുറത്താക്കി, ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തപ്പോൾ സ്വർഗത്തിൽ ഒരു വേക്കൻസി ഉണ്ടായി. നിങ്ങൾക്ക് പറയാമോ എന്തോത്തിന്റെ വേക്കൻസി ഉണ്ടായത്? ആരാധിക്കാൻ. ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാർ പാപം ചെയ്ത് വീണുപോയപ്പോ തൽസ്ഥാനത്ത് ഒരു വേക്കൻസി ഉണ്ടായപ്പോൾ ആ വേക്കൻസി ഫില്ല് ചെയ്യുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത്. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ ആരാധിക്കാൻ. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ആഹാരം വേണം, വസ്ത്രം വേണം, ഭവനം വേണം. അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു. വയറിന് വേണ്ടി അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തെ ആരാധിക്കാനാണ്. അത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. നാം ചിന്തിച്ചാൽ ദൈവത്തിന് ലഭിക്കേണ്ടത് ആരാധന ഇന്ന് മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന എവിടെയൊക്കെയോ ചോർന്ന് വെക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ ആരാധിക്കണമെന്നാണ്. എന്നാൽ ആരാധിക്കേണ്ട വിഷയത്തിൽ നമുക്ക് പല സംശയങ്ങളുണ്ട്. ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്, എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഈ വിഷയത്തിൽ നമുക്ക് പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷനുകളുണ്ട്. എന്നാൽ വേദപുസ്തകമാണല്ലോ നമ്മുടെ വഴികാട്ടി. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രികാലം ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പം ആഴമായിട്ട് ചിന്തിക്കാം. സ്തോത്രം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം, ആരെ ആരാധിക്കാൻ പാടില്ല, ആരെ ആരാധിക്കരുതെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആരെ ആരാധിക്കരുത് എന്ന് പഠിച്ചാൽ ആരെ ആരാധിക്കണം എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നമുക്ക് ചിന്തിക്കാം, ആരെ ആരാധിക്കാൻ പാടില്ല. എന്തോ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ആരെ ആരാധിക്കാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കി, വേദപുസ്തകം നമ്മുടെ ആരുടെയല്ല, വേദപുസ്തകം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ വചനമാണ്. അത് വേദപുസ്തകത്തിൽ വായിക്കുന്നു. ആ വചനത്തെ നമ്മൾ അന്വേഷിച്ചു വായിച്ച് പഠിക്കണം. നമ്മളതിനെ അന്വേഷിക്കണമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കണം. മനുഷ്യന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉളവായിട്ടുള്ളതല്ല വചനം, വേദപുസ്തകം. പിന്നെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ അതിനെ അന്വേഷിച്ചു വായിച്ച് പഠിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു പഠന രൂപത്തിൽ നമുക്ക് ചിന്തിക്കാം. എൻ്റെ അല്ല വേദപുസ്തകം, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന്റെ ഉടമസ്ഥൻ ഞാനല്ല. ദൈവത്തിന്റെ വചനത്തിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കാട്ടുന്നതേ ഉള്ളൂ. അത് നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കണം. സ്തോത്രം. കർത്താവേ, അത് എന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണെങ്കിൽ അത് വിശ്വസിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ, അത് അംഗീകരിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിലായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ആരും മുൻവിധിയോടുകൂടെ ആയിരിക്കരുത്. ആരെ ആരാധിക്കാൻ പാടില്ല? ഒന്ന്, മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 26-ാം വാക്യം. വാക്യങ്ങൾ വായിക്കും. ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു. ഇവിടെ ഞാനൊരു മനുഷ്യനത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. ശ്രദ്ധിക്കുക, ഇതെന്താ സംഭവം? കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകാനായിട്ട് ദൈവം പത്രോസിനെ അയച്ചു. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കൊർന്നല്യോസ് പത്രോസിന്റെ പാദത്തിൽ വീണപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നോ 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 നോ, ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിൽ വേറൊരു ഭാഗമുണ്ട്, എനിക്ക് റെഫറൻസ് ഓർമ്മയില്ല, പക്ഷെ ഓർമ്മയുണ്ടെങ്കിൽ പറയണം. അപ്പോസ്തലനായ പൗലോസിനെ ഒരു ദേവനായി കണക്ക് കൂട്ടി ആളുകൾ പൂമാലയൊക്കെ ഇട്ട് ആരാധിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ പൗലോസ് അതിനെ ശാസിച്ചിട്ട് പറഞ്ഞു,
നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് അതേ പൗലോസ് അവരെ ശാസിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോൾ മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല എന്ന് ദൈവദാസന്മാരിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കണമേ. ഓക്കെ, അത് ബാക്കി കണ്ടില്ലെങ്കിൽ എടുക്കണ്ട. ഇനി ഈ മനുഷ്യരിൽ തന്നെ വ്യത്യാസമുണ്ട്. പാസ്റ്റർമാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, കർത്താവിന്റെ ദാസിമാരുണ്ട്, വിശ്വാസികളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ അനേകരുണ്ട്. ആരാണെങ്കിലും, എത്ര ഭക്തരാണെങ്കിലും, എത്ര നല്ലവരാണെങ്കിലും ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. ഒന്ന് സ്വത്രം പറയാമോ? അതെ, ഞാൻ ഒരു വ്യക്തി ഞാൻ എടുത്തു പറയും. പത്രോസ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ആരാധിക്കരുത്. നമ്മുടെ യേശു കർത്താവിന്റെ അമ്മയായ മറിയ തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളിലും അത് വിലപ്പെട്ട ഒരു സ്ത്രീരത്നമാണ് യേശുവിന്റെ അമ്മ. തീർച്ചയായിട്ടും യേശുവിന്റെ അമ്മയ്ക്ക് പ്രത്യേകതയുണ്ട്. പക്ഷെങ്കിൽ യേശുവിന്റെ അമ്മയ്ക്ക് പോലും ആരാധന ലഭിക്കാൻ അർഹതയില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. വായിച്ചാട്ടെ, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യം. യെസ്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. യേശു ക്രിസ്തു പുൽത്തൊട്ടിയിൽ കിടന്നപ്പോൾ വിദ്വാൻമാര് എന്ന് യേശുവിനെ കാണുന്ന ആ സംഭവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. വായിച്ചാ. ആ വീട്ടിൽ ചെന്നു യേശുവിനെ അമ്മയായ മറിയയോട് വീട്ടിൽ ചെന്ന് യേശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു. വീണ അവനെ നമസ്കരിച്ചു. വീണ ആരെ നമസ്കരിച്ചു? കണ്ടതാരെയാ? കണ്ടതാരെയാ? യേശുവിന്റെ അമ്മയോടുകൂടെയാണ് യേശുവിനെ കണ്ടത്. പക്ഷെ വീണ് നമസ്കരിച്ചതാരെയാ? യേശുവിനെ മാത്രം. അമ്മയെ നമസ്കരിച്ചില്ല. അതുകൊണ്ട് യേശുവിന്റെ സ്ഥാനത്തിനോട്, യേശുവിന്റെ അമ്മയുടെ സ്ഥാനത്തിന് ഒരു ബഹുമാനക്കുറവും വരുന്നില്ല. പക്ഷെങ്കിൽ നമസ്കരിക്കാൻ, ആരാധിക്കാൻ, വണങ്ങുവാൻ യോഗ്യൻ യേശു കർത്താവ് മാത്രം. കാരണം യേശുവിന്റെ അമ്മയ്ക്ക് ദൈവത്വമില്ല. യേശു കുഞ്ഞിന്, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കാൻ ദൈവം ഒരു സ്ത്രീരത്നത്തെ ഉപയോഗിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് തീർച്ചയായിട്ടും യേശുവിന്റെ അമ്മയെ പോലും ആരാധിക്കാൻ പാടില്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവിന്റെ അമ്മ ആരാധനയ്ക്ക് യോഗ്യയായിരുന്നെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് അവർ ഒരുമിച്ച് കാത്തിരുന്നപ്പോൾ യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എത്ര വാക്യമാണ്? 1-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ശ്രദ്ധിക്കണം, വളരെ ക്ലിയർ ആണ്. യേശു കർത്താവ് സ്വർഗത്തിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു തരാം, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു എന്ന പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന് മുൻപ് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും യേശുവിന്റെ സഹോദരന്മാരും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവകൃപ ലഭിച്ചതുപോലെ മാത്രമാണ് യേശുവിന്റെ അമ്മയ്ക്കും ദൈവകൃപ ലഭിച്ചത്. അതുകൊണ്ട് യേശുവിന്റെ അമ്മയെ പോലും ആരാധിക്കുവാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ലോകത്തിൽ ആരുമായിക്കൊള്ളട്ടെ, ലോകത്തിൽ ഞാൻ സാധാരണയൊക്കെ പ്രസംഗിക്കാനായിട്ട് എവിടെയോ പോയപ്പോൾ പ്രസംഗിക്കാൻ നേരത്ത് എല്ലാവരും കൂടെ കൈയടിക്കും. പാസ്റ്റർമാർ തന്നെ പറയും, ദേവദാസൻ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിലോട്ട് വരും, എല്ലാവരും ഒന്ന് കൈയടിച്ചാട്ട് എന്ന് പറയും. പലയിടത്ത് പഞ്ചാബിലാണെങ്കിൽ ആളുകൾ കാലെ തൊട്ട് തൊഴും.
കാല് തൊട്ട് തൊഴും. പക്ഷെങ്കിൽ ഞാൻ ഉടനെ അതിനെ ശാസിക്കും. കാരണം നമസ്കരിക്കാൻ ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ദൈവത്തിന് കിട്ടേണ്ട ആരാധന ഒരു മനുഷ്യന് ചോർത്തരുത്. ദൈവദാസന്മാർ ബഹുമാനത്തിന് യോഗ്യരാണ്. ദൈവത്തിന്റെ ദാസന്മാർ ആദരവിന് യോഗ്യരാണ്. ദൈവത്തിന്റെ ദാസന്മാർ സ്നേഹത്തിന് യോഗ്യരാണ്. പക്ഷെ ആരാധന ദൈവത്തിന് മാത്രം ലഭിക്കേണ്ടതാണ്. നമ്പർ 2, ആരെ ആരാധിക്കാൻ പാടില്ല? ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-9 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-9 വാക്യം വായിക്കാം. ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു. എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു, നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട് അത് അരുത്, അത് അരുത്. ദൂതന്റെ കാൽക്കൽ യോഹന്നാൻ വീണപ്പോൾ യോഹന്നാൻ നോ എന്റെ കാൽക്കൽ വീണരുത്. അടുത്തത് എന്നാൽ അവൻ എന്നോട് ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ എന്ന് പറഞ്ഞാൽ ദൂതനെ യോഹന്നാൻ നമസ്കരിച്ചപ്പോൾ യോഹന്നാൻ അതിനെ ദൂതൻ യോഹന്നാനെ വിലക്കിട്ട് പറഞ്ഞു, നീ എന്നെ അങ്ങനെ നമസ്കരിക്കരുത്, എന്റെ കാൽക്കൽ വീഴരുത്. അപ്പോൾ ദൈവത്തോടുകൂടി വസിക്കുന്ന ദൂതന്മാര് പോലും ആരാധനയ്ക്ക് യോഗ്യരല്ല. നമുക്ക് തെറ്റ് സംഭവിക്കരുത്. ഇപ്പൊ ദൂതൻ ഇവിടോട്ട് ഇറങ്ങി വന്നെന്ന് പറഞ്ഞാലും ആ ദൂതനെ നമസ്കരിക്കാനോ ആ ദൂതനെ ആരാധിക്കുവാനോ നമുക്ക് ദൈവത്തിന്റെ വചനം പെർമിഷൻ തരുന്നില്ല. 3 സാത്താനെ ആരാധിക്കാൻ പാടില്ല. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. മത്തായി സുവിശേഷം 4-ാം അധ്യായം യേശു അവരോട് സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഈ സംഭവം എപ്പോഴാണെന്ന് അറിയാമോ? പിശാച് കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് ചെയ്തപ്പോൾ പല പരീക്ഷകൾ ഉണ്ടായാലും ഒന്നാണ്, നീ എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന് ആര് പറഞ്ഞു? പിശാച് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു പിശാചിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. സൈറ്റാനിക് വർഷിപ്പേഴ്സ് ഉള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാ പട്ടണങ്ങളും സാത്താനെ ആരാധിക്കുന്നവരുണ്ട്. നിങ്ങൾക്കറിയാമോ അറിയാത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ സാത്താന്റെ പേരിൽ അല്ലെങ്കിലും സാത്താന്യ ശക്തികൾ മറ്റ് പേരിൽ വെളിപ്പെടുന്നുണ്ട്. മറ്റ് പല മനുഷ്യരും അതേ മന്ത്രവാദത്തിന്റെയും അതേ മറ്റ് ആഭിചാരത്തിന്റെയും പൈശാചിക ശക്തിയെ ആവസിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഒക്കെ കാണിച്ചിട്ട് ദൈവത്തിന് ലഭിക്കേണ്ട ആരാധനയെ അടർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവമക്കൾ മനസ്സിലാക്കണം, നിങ്ങൾ പോകുന്നിടത്ത്, സഞ്ചരിക്കുന്നിടത്ത്, നമസ്കരിക്കുന്നിടത്ത്, കുമ്പിടുന്നിടത്ത് അത് ദൈവമല്ല, അത് ദൈവശക്തി അല്ല, ഇവിടെ പിശാചിന്റെ ശക്തിയാണ് ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ അവിടെ ഓടിക്കണം. ഒരു കാരണവശാലും പിശാചിന് നമ്മൾ മഹത്വം കൊടുക്കാൻ പാടില്ല. 1995 ഞാനിവിടെ സൗത്താലിൽ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ ഏഷ്യൻ അസോസിയേറ്റ് പാസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം നടന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. രാത്രി 2 മണിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. പക്ഷേ ജൽദി ആജാവും, പെട്ടെന്ന് വാ. ഞാൻ എന്ത് പ്രശ്നം? അത് ഞങ്ങളുടെ മേലെല്ലാം പിശാച് കയറി. ഞാൻ ഒരു സഹോദരി എന്നെ വിളിച്ചു പറയാം, പെട്ടെന്ന് വരാൻ പറഞ്ഞു, ഓടി വരാൻ പറഞ്ഞു. ഞാൻ രാത്രി 2 മണിക്ക് എന്തായാലും കാറും ഇല്ല. ഞാൻ പെട്ടെന്ന് ബ്ലാക്ക് പാസ്റ്ററെ വിളിച്ചു, എൻ്റെ വിശ്വാസികളാണ്. ഒരു ബ്ലാക്ക് പാസ്റ്ററെ വിളിച്ചു, പാസ്റ്റർ ലൂക്ക് പറഞ്ഞു, ലൂക്ക് പെട്ടെന്ന് വാ, എൻ്റെ വിശ്വാസികൾ വിളിക്കുന്നു, രാത്രി സംതിങ് റോങ് എന്ന് പറഞ്ഞു. തണുപ്പുമോ, എനിക്ക് തന്നെ വാ പറ്റുമോ? പെട്ടെന്ന് ലൂക്ക് വന്നു. പാസ്റ്റർ ലൂക്കും ഞാനും കൂടെ കാറെടുത്ത് ആ വീട്ടിൽ ചെന്നപ്പോഴല്ലോ എല്ലാ വീട്ടിലുള്ള അപ്പനും അമ്മയും മക്കളും ജേടത്തി അനിത്തി എല്ലാം ഒരാളെ നോക്കി ചീക്കാമാരെന്ന് പറഞ്ഞ ഒരാളെ നോക്കി അലറുക, കീ കീ പറഞ്ഞ അലക്ക്. എന്തുവാ സംഗതി ചോദിച്ചപ്പോ എന്തെന്നറിയാമോ? ഇവരെല്ലാരും കൂടി ഇരുന്ന്
അത്താഴം കഴിഞ്ഞിട്ട് അവർ നേരത്തെ പൂജിച്ചു പോന്ന ആരാധിച്ചു പോന്ന ദേവി ദേവതന്മാരെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇപ്പം ആദ്യം ചെയ്ത അത്ഭുതങ്ങളും അവിടെ ആ അത്ഭുതങ്ങൾ നടന്നു, ഇവിടെ ഈ അത്ഭുതം നടന്നു. അങ്ങനെ ആയിരുന്നു. സംസാരത്തിൽ കൂടെ പിശാചിന് മഹത്വം കിട്ടി. സംസാരത്തിൽ കൂടെ പിശാചിന് മഹത്വം കയറിപ്പെടുത്ത് ഇതെല്ലാം കൂടി കയറി വന്നു. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ ദൈവദാസന്മാര് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ശാസിച്ച് ആ വീടിനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവര് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാനിടയായി തീർന്നത്. അതിൽ ഒരു സഹോദരി ഇന്ന് ഗ്ലോറി ടിവിയിൽ പ്രസംഗിക്കുന്നുണ്ട്. സൗത്ത് ആളിലുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം ആ സഹോദരിയെ. ഞാൻ പറയാൻ വന്നത്, ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാത്താന് മഹത്വം കിട്ടുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായ സാത്താൻ തീർച്ചയായിട്ടും കയറും. പേടിച്ചു പോയോ? അതുകൊണ്ട് സാത്താനെ ആരാധിക്കരുത്, സാത്താനെ നമസ്കരിക്കരുത്, സാത്താനെ ആരാധിക്കാൻ പാടില്ല. ആരാ? കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്പർ 4, നാലാമത്തെ കാര്യം, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 വേദഭാഗങ്ങൾ വായിക്കാം. ഗലാത്യ ലേഖനം 5:19. മറ്റൊരാള് 1 കൊരിന്ത്യർ 6:16. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, ദുഷ്കാമം, വിഗ്രഹാരാധന. അടുത്തത് ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അടുത്തത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി. വിഷയം എന്തുവാ? ആരാധന, വിഗ്രഹാരാധന. അവിടെ വാക്കുവന്നല്ലോ. വിഗ്രഹാരാധനക്കാർ എവിടെ പോകത്തില്ല? ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇനി 2 കൊരിന്ത്യർ 6-ാം അധ്യായം 15-ാം വാക്യം, 15-16. ക്രിസ്തുവിനും ബെലിയാമിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി. അടുത്തത് ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അടുത്തത് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം, നാം ദൈവത്തിന്റെ ആലയമാണ്. വി ആർ ടെമ്പിൾ ഓഫ് ഗോഡ്. ഈ ആലയത്തിനകത്ത് ഒരു വിഗ്രഹവും പാടില്ല. വിഗ്രഹാരാധനയെ വേദപുസ്തകം ശക്തമായി എതിർക്കുന്നു. വേദപുസ്തകം പറയുന്നു, വിഗ്രഹാരാധന വിട്ട് ഓടുവീ എന്ന് ദൈവത്തിന് പറയുന്നത്. ഏത് വിഗ്രഹമാണ്? ശ്രദ്ധിക്കണം, പഴയ നിയമത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് മീതെ സമുദ്രത്തിലുമുള്ള ഒന്നിന്റെയും വിഗ്രഹമുണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കുകയും ചെയ്യരുത്. അപ്പൊ ശ്രദ്ധിക്കണം, ഭൂമിയിലെ പോട്ടെ, സമുദ്രത്തിലെ പോട്ടെ, സ്വർഗത്തിൽ ആരൊക്കെയാണ്? ദൈവമുണ്ട്, യേശുക്രിസ്തുവുണ്ട്, വിശുദ്ധന്മാരുണ്ട്, സ്ലീഹന്മാരുണ്ട്, ദൂതന്മാരുണ്ട്. സ്വർഗത്തിലുള്ള ഒന്നിന്റെയും എന്തുണ്ടാകാൻ പാടില്ല? അവർക്ക് പറഞ്ഞോട്ടെ, വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ട്. എന്നോട് പലരും പഠിച്ചിട്ടുണ്ട്, ഒരു വിഗ്രഹം മുമ്പിലുണ്ടെങ്കിൽ ഒന്ന് കാണാനും ഒക്കെ ഒരു ഫീലിംഗ് ആണ്. മനുഷ്യത്വത്തിൽ ശരിയാണ്, പക്ഷെങ്കിൽ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ മുമ്പോട്ട് വരാം. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് പിന്നീട് ഞാൻ പറയാം. എന്നാൽ നമ്മൾ ആ വിഗ്രഹത്തെ ഒന്ന് കണ്ടും ഫീൽ ചെയ്തും ആരാധിക്കുന്ന ആ രീതി, ആ കസ്റ്റം പഴയ ജാതികളിൽ നിന്നും വന്നതാണ്, വിഗ്രഹാരാധനകളിൽ നിന്നും വന്നതാണ്. അത് ക്രിസ്ത്യാനികളായ ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ 4 കാര്യം പറഞ്ഞു. ആരെ ആരാധിക്കാൻ പാടില്ല? മനുഷ്യരെ ആരാധിക്കാൻ പാടില്ല, ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല, സാത്താനെ ആരാധിക്കാൻ പാടില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല. ഇനി 5-ാമതായിട്ട് റോമാലേഖനം 1:25. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ആരെ ആരാധിക്കാൻ പാടില്ല? പറഞ്ഞാട്ടെ, ആരെ ആരാധിക്കാൻ പാടില്ല? സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? നമ്മുടെ ലോകത്തിൽ കാണുന്ന സകലതും ദൈവത്തിന്റെ സൃഷ്ടിയാണ്.
കല്ലും മരവും മണ്ണും അത് സ്വർണവും വെള്ളിയും എല്ലാം സൃഷ്ടിയാണ്. അതുകൊണ്ടുണ്ടാക്കിയതായ ഒന്നിനെയും ആരാധിക്കുവാൻ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്തിനെ ആളുകൾ ഈ മനുഷ്യനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് മുമ്പിൽ കൈകൂപ്പുന്നത്? സ്ലീഹന്മാരോ ദൂതന്മാരോ വിശുദ്ധന്മാരോ അവരോടൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതിന് റീസണബിൾ ആയിട്ടുള്ള അർത്ഥം, നമ്മൾ പാപികളായതുകൊണ്ട് നേരിട്ട് ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലൊരു പേടി, അല്ലെ? ഒരു പേടി, അത് മനുഷ്യത്വത്തിലാണ്. അത് നേരിട്ട് ഡയറക്റ്റ് ദൈവത്തിന്റെ അടുക്ക ചെല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ പാസ്റ്റർമാരോട്, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. അപ്പൊ ഒരു മീഡിയേറ്റർ, ഒരു ഹെൽപ്പ്, ഒരു സഹായത്തിനായിട്ട്. പക്ഷെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. വേദപുസ്തകം എന്തോ അതിനെ കുറിച്ച് പറയുന്നത്? 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു. ബൈബിൾ എന്താ പറയുന്നത്? ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ നമുക്കൊരു ബിച്ചോലായുടെ ആവശ്യമില്ലെന്ന്. ബിച്ചോല എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർ. നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ലെന്ന്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അതാരാണ്? തന്റെ ജീവനെ ബലിയായി തന്ന ഒരുവനേ ഉള്ളൂ നമുക്ക് വേണ്ടി, കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിലെ ദേവാലയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് മധുവായ്ക്കകത്ത് ചെല്ലാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലം. ദേവാലയത്തിന് 3 സ്ഥലമുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതെ, പ്രാകാരത്തിൽ മാത്രമേ പബ്ലിക് നിൽക്കാൻ പറ്റത്തുള്ളൂ. വിശുദ്ധ സ്ഥലത്ത് മാത്രമേ പുരോഹിതന്മാർക്കെല്ലാം പറ്റത്തുള്ളൂ. അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രമേ മഹാപുരോഹിതനെ എല്ലുവാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാർക്കെല്ലാം പറ്റത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ യേശു ക്രിസ്തു കാൽവറി മരിച്ചപ്പോൾ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാം? ആ ദേവാലയത്തിലെ തിരശീല സാധാരണക്കാരെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരുന്ന ആ ദേവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിവരെയും ചീന്തിപ്പോയി. എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവം തമ്മിലുള്ളതായ ആ ഗ്യാപ്പ് ദൈവം ഫില്ല് ചെയ്തു. ദൈവത്തിന് സ്വന്തം താഴേന്ന് കീറിയിരുന്നെങ്കിൽ പറഞ്ഞതിന് പത്രോസ് അവിടെ കൂടിയിരുന്ന് മനഃപൂർവ്വം കീറിയായിരുന്നു പറഞ്ഞത്. അത് പറയാൻ ദൈവം അനുവാദം കൊടുത്തില്ല. സ്വർഗത്തിലെ ദൈവം തന്നെ മുകളിൽ നിന്നും താഴെ വരെ കീറിപ്പോയി. ഞാൻ ഉദാഹരണം പറയാം, ഒത്തിരി ചിരിക്കരുത്. ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ആറ്റില് അക്കരെ ഇക്കരെ കടക്കാനായിട്ട് എന്തോ ഉണ്ടായിരുന്നു? കടത്ത് വള്ളം, അല്ലേ? കടത്ത് വള്ളം ഉപയോഗിക്കുമായിരുന്നു. 10 പൈസ 15 പൈസ 25 പൈസ കൊടുക്കാമെങ്കിൽ ഇക്കരേന്ന് അക്കരയിൽ പോകും. ഈ മനുഷ്യന്റെ കഷ്ടതയും ബന്ധപ്പാടും കണ്ടിട്ട് ഗവൺമെന്റ് ഒരു പാലം പണിതു. മുഖ്യമന്ത്രി വന്ന് റിബണൊക്കെ കത്തിരിച്ച് അത് ഓപ്പണാക്കി. നേരത്തെ കടത്തു വള്ളത്തെ പൊയ്ക്കൊണ്ടിരുന്നവരൊക്കെ കയ്യും വീശി ഫ്രീ ആയിട്ട് ഇപ്പോൾ ഈ പാലത്തെ കൂടെ പോവാ. അങ്ങനെ വിചാരിച്ചോ? പക്ഷെ താഴെ ആ കടത്തു വള്ളക്കാർ ഇപ്പോഴും പോയിട്ടില്ല. പുള്ളിക്കാരൻ ഒരു കിടപ്പുണ്ട്. പേരും പറയാം, 10 പൈസ തന്നാൽ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. നിങ്ങൾ എന്നെ മറുപടി പറയും. ഓടാതിന്റെ പാട്ടിന് പ്രൈസ് ദി ലോർഡ്. ഇവിടെ പാലം പണിത് തീർന്നു. ഇനി നിനക്ക് പൈസ തന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും പിന്നെ കടത്ത് വെള്ളത്തെ കയറത്തില്ല. ഇതാ നടന്നത്. മനുഷ്യന് നേരിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ പണ്ട് കടത്തുവള്ളം വേണമായിരുന്നു. മനുഷ്യൻ മീഡിയേറ്റർ വേണമായിരുന്നു. പുരോഹിതന്മാർ വേണമായിരുന്നു. മഹാപുരോഹിതന്മാർ വേണമായിരുന്നു. എന്നാൽ നസറേയനായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ മരണം കൊണ്ട് നമ്മുടെ നല്ല മഹാപുരോഹിതനായതുകൊണ്ട് ഇനി ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഏത് സമയത്തും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് അവകാശം. ആ മനുഷ്യരാണ്, നമ്മൾ പാപികളാണ്. നേരിട്ട് ദൈവത്തോട് പറയാൻ നമുക്കൊരു മടിയുണ്ട്. എന്നാൽ ഇന്ന് നമുക്കൊരു ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഒരു മീഡിയേറ്റർ വേണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അതൊരു മീഡിയേറ്റർ അല്ല.
നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കും. നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അന്യോന്യം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെങ്കിൽ നമുക്കിനി ഭയപ്പെട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഒക്കത്തില്ല എന്നുള്ളൊരു ചിന്ത വരാൻ പാടില്ല. അതിനാണ് യേശു ക്രിസ്തു മരിച്ചത്. Praise the Lord. അപ്പോൾ ആരെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതുവരെയും ചിന്തിച്ചോണ്ടിരുന്നത്. ഇനി ആരെ ആരാധിക്കേണ്ടത്? ആരെ ആരാധിക്കണം? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം. ആരെ ആരാധിക്കണം? സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു വിളിക്കുന്നു. നിങ്ങൾ പറയണം, ആരാധിക്കണം? പറഞ്ഞാട്ടെ. സത്യ നമസ്കാരിക്കണം. ആരാധിക്കണം? ആരെ ആരാധിക്കണം? പിതാവിനെ. ആരാധിക്കണം? സത്യ നമസ്കാരം പിതാവിന്റെ ആരാ? കേലത്തെ പറഞ്ഞോ. പിതാവിനെ ആരാധിക്കണമെങ്കിൽ ആരാധകർ ആരാണ്? അപ്പോൾ മക്കൾക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് നോക്കി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഓർക്കരുത് പിതാവ് പോക്കറ്റിൽ കിടക്കുകയാണ്. നോ. ഞാനൊരു മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ അപ്പാന്ന് വിളിച്ചോണ്ട് അപ്പനാകത്തില്ല, ചുമ്മാപ്പാന്ന് വിളിച്ചോണ്ട് അപ്പനാകത്തില്ല. പിന്നെയോ അവന്റെ മക്കളായി ജനിക്കണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ അധികാരം പ്രാപിച്ച ദൈവമക്കളാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് മക്കൾ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ദൈവമാകുന്ന പിതാവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. റോമാലേഖനം 1:25 നമ്മൾ വായിച്ചു. സൃഷ്ടിതാവിനെ ആരാധിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയോ വസ്തുവിനെയോ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ അതിന്റെ ഒന്നാമത്തെ യോഗ്യത, ആരാധന സ്വീകരിക്കാൻ യോഗ്യതയുള്ള ഏക വ്യക്തി അവൻ സൃഷ്ടാവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയുടെ ആരാധന സ്വീകരിക്കുവാനായിട്ട് അവകാശമുള്ളൂ. ആരെ ആരാധിക്കണം? എവിടെ ആരാധിക്കണം? എവിടെ ആരാധിക്കണ്ടേ? വേദപുസ്തകം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് ആരാധനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇന്ന് ആരാധനയ്ക്ക് നമ്മളിപ്പോ ഇത്രയും പേരുണ്ട്, കൂടിയിരിക്കാൻ ഒരു മുറി വേണം. അതുകൊണ്ട് നമ്മൾ ചർച്ച് വെക്കുന്നു, നമ്മൾ ഹോള് വെക്കുന്നു, പ്രാർത്ഥനാലയം വെക്കുന്നു. അല്ലാതെ വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ കൈകൊണ്ട് പണിതതായ ദേവാലയങ്ങളിൽ ദൈവം ഇന്ന് വസിക്കുന്നില്ല. ദൈവം എവിടാണ് വസിക്കുന്നത്? 2-3 പേര് കൂടുന്നവരുടെ നടുവിൽ. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ ദേവാലയം. ഇതിനകത്താണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയും കൂടുവാൻ, എവിടെയും ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയും. ചില വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ ആദംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റൂം വാടകയ്ക്ക് എടുത്തിരുന്നു ആരാധനയ്ക്ക്. ശനിയാഴ്ച വൈകിട്ട് ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഭൂതങ്ങൾ അല്ലെങ്കിൽ ബഹളം ഉണ്ടായി. പ്രാർത്ഥന കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ ആരാധിക്കാൻ ചെന്നപ്പോൾ റൂം തുറന്നില്ല. വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു ഇവിടെ ബഹളം വെക്കാൻ സമ്മതിക്കത്തില്ല. അവർ വെളിയിൽ താഴിട്ട് പൂട്ടി. ഒരു 10-30 പേരുണ്ട്, ആരാധിക്കാൻ സ്ഥലമില്ല. എല്ലാവരും ഭാരപ്പെട്ടു. സഹോദരന്മാരും ഉണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞ് അവരെ വിളിച്ചോണ്ട് പോയി ഒരു റെയിൽവേ ലൈനിന്റെ അടുത്തുള്ളതായ ജൂക്കാലി മരത്തിന്റെ ചുവട്ടിൽ മണ്ണിനകത്തിരുന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. ഇന്നൊക്കെ ഒരു 20 വർഷം മുമ്പുള്ള കാര്യം പറയാം. മണ്ണിനകത്തിരുന്ന് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് ആ പ്രദേശത്ത് 10-15 സഭ ഞങ്ങൾക്ക് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിക്കാം. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് യോഹന്നാൻ പത്മോസിൽ ദൈവത്തെ ആരാധിച്ചു. വനത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഭവനത്തിൽ വേദപുസ്തകം പഠിച്ച ആദ്യത്തെ സഭകൾ മുഴുവനും വീട്ടുസഭകളായിരുന്നു, അല്ലേ? ഭവനങ്ങളിലായിരുന്നു അവർ കൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആരാധന സ്ഥലമല്ല ഇമ്പോർട്ടന്റ്, ആരാധന ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ആ ബിൽഡിങ്ങിന്, ആ ചർച്ചിന്റെ മനോഹരതയ്ക്ക് അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്.
നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നുണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്ന് നമ്മൾ അറിയണം. അതാണ് ഒരു ദൈവം നമ്മളിൽ കൂടി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം പറയുന്നിടത്ത് ദൈവം പറയുന്ന പോലെ ആരാധിക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മോനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയിൽ പോയി എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞു. അവിടെ പോയി ആരാധിച്ചു. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, 3 ദിവസത്തെ വഴി ദൂരെ പോയി ദൈവത്തെ ആരാധിക്കണം. എന്തോ നമ്മൾ ഇന്ന് രാത്രി പഠിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞാട്ടെ, വർഷിപ്പ്, ആരാധന. ആരെ ആരാധിക്കാൻ പാടില്ല, ആരെ ആരാധിക്കണം എന്ന് നമ്മൾ ഇതിനെ ചുരുക്കമായി ചിന്തിച്ചു. വിശദമായ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ നിർമ്മല മനസാക്ഷിയിൽ ഈ വചനം സത്യമാണോ എന്ന് കേൾക്കൂ. ഭവനത്തിൽ പോയിട്ട് ഇത് വീണ്ടും വീണ്ടും വായിച്ചിട്ട് സത്യമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതിനെ സ്വീകരിച്ചാട്ട് ഈ ദൈവത്തിന്റെ വചനം അത് നമുക്ക് അനുഗ്രഹമായി തരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇനി ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാൻ പോകുന്നത്, ഇങ്ങോട്ട് നോക്കിയേ, സാത്താൻ ശ്രമിക്കുന്നത് ദൈവത്തിന് കിട്ടേണ്ട ആരാധന ദൈവത്തിന് ലഭിക്കരുതെന്നാണ്. ദൈവത്തിന് കിട്ടേണ്ട ആരാധന ചോർത്തുക എന്നുള്ളതാണ് സാത്താൻ. അതിന് സാത്താൻ പല അടവുകൾ നോക്കും. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമുള്ള അച്ചായം മുതൽ ഏറ്റവും കുഞ്ഞുങ്ങൾ വരെ നമ്മളിൽ കൂടി ലഭിക്കേണ്ട ആരാധന ദൈവത്തിനാണ് ലഭിക്കേണ്ടത്. എന്നാൽ സാത്താൻ, പിശാച് ശ്രമിക്കും നമ്മൾ ദൈവത്തെ ശരിയായി ആരാധിക്കരുതെന്ന്. അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കും. നമ്മളിവിടെ വായിച്ച ആദ്യത്തെ വാക്യം ഇതാ, മോശ ഫറവോനോട് പറഞ്ഞു, ദൈവം പറയുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഈ ഫറവോൻ പിശാചിന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. നമുക്കൊന്ന് നോക്കാം എന്തെല്ലാം അടവുകൾ ആ പുള്ളിക്കാരൻ എടുത്തു നോക്കാം. വാക്യം വായിക്കുമ്പോൾ അവന് ഡ്രാമ കളിച്ചു. ഫറവോൻ പറഞ്ഞു, ഓക്കെ, നമുക്കറിയാം 10 ബാധകൾ ഫറവോന്റെ മേൽ ദൈവം അയച്ചു. എന്ത് ചെയ്താൽ ദൈവജനത്തെ ആരാധിക്കാൻ വിടത്തില്ലെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ബാധകൾ ദൈവം അയക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ കൂടി ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന ലഭിക്കേണ്ട പോലെ ലഭിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ വിടത്തില്ല. ബാധകൾ വന്നുകൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളിൽ കൂടി ദൈവത്തിന് കിട്ടേണ്ട ആരാധന കിട്ടുന്നില്ലെന്ന്. അപ്പോൾ ഇവിടെ ഫറവോൻ പറഞ്ഞു, ഞാൻ നിന്നെ ആരാധിക്കാൻ വിടാം, പക്ഷേ പറഞ്ഞെങ്കിലും ചെയ്തില്ല. 8:25 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8:25 വാക്യം. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ ഭക്ഷണം കൂടി ബാധകൾ വരാൻ. ഫറവോൻ പറഞ്ഞു, ഓ ഞാൻ വിട്ടേക്കാം, പക്ഷെങ്കിൽ എന്റെ അതിർത്തി വിട്ടു പോകരുത്, ഈ ദേശത്ത് വെച്ച് തന്നെ അങ്ങ് ആരാധിച്ചു. കണ്ടു നോക്കിയോ, ചിന്തിച്ചു നോക്കിയേ. ഇന്നും സാത്താൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. 8:28 വായിച്ചാണ്. 8:28 അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് 27 വാക്യം ചേർത്ത് വായിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി. ദൈവം എന്തോ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിൽ ആരാധിക്കാനല്ല, പിന്നെ എവിടെ പോകാനാ? 3 ദിവസത്തെ വഴി ദൂരെ പോകാൻ. എന്ന് പറഞ്ഞാൽ നാം ആരാധിക്കുമ്പോൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ 3 ദിവസം മനസ്സോടുകൂടെ ദൈവത്തെ ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല 3 ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വേർപാട് പാലിച്ച് വിടേണ്ടതിനെ വിട്ട് പോയിട്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഫറവോൻ എടുക്കുന്ന അടുത്ത അടവെന്താണ്? 28 വാക്യം. അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടത് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇന്നും നമ്മളോട് പറയത്തില്ലേ, ഇത് ഷാജി പറയത്തില്ലേ, ആരാധിച്ചോ, അധികം ഒന്നും വന്നേ പറഞ്ഞേ, അധികം ദൂരം ഒത്തിരി ആത്മീയൊന്നും ആകാണ്ടാന്നേ, വലിയ ആത്മീയൊക്കെ ആയ പ്രശ്നമാണ് പറയത്തില്ലേ നമ്മള്, അല്ലേ? ഇങ്ങനൊക്കെ മിഡിലൊക്കെ അങ്ങ് അല്ലേ മോളെ, ഇങ്ങനൊക്കെ നിന്നാന്ന് പറയത്തില്ലേ? ശ്രദ്ധിക്കണം, അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ഞാൻ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഒരു ഫലിത രൂപത്തിൽ പറഞ്ഞത്. ദൈവവചനം കൈകൂപ്പി അതിനെ സ്വീകരിക്കണം. പിശാച് പറയും വലിയ ആത്മീയനൊന്നും ആകണ്ട, ഒത്തിരി പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഒത്തിരി വേദോത്സവമൊന്നും വായിക്കണ്ട, ഒത്തിരി സ്വോത്രമൊന്നും പറയണ്ട, ഒത്തിരി ഹല്ലേലൂയ ഒന്നും പറയണ്ട, അധികം ദൂരം പോകണ്ട, ഒരു ലിമിറ്റിൽ നിന്നാൽ മതി. ശ്രദ്ധിച്ചോണം, അതൊരു അടവായിരിക്കും.
അടുത്ത അടവ് നോക്കിയ 10:11 10-ാം അധ്യായം 11-ാം വാക്യം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളുക. അടുത്ത അടവ് എന്തുവാ? പറഞ്ഞാട്ടെ. ഇന്നത്തെ പിശാചുകൾ തിരിച്ചാ കൂടുതൽ പറയുന്നത്. പുരുഷന്മാർ പറയുന്നത് നീ നോക്കി, ഞാൻ വരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോളാൻ, ഞാൻ ടിവിക്കകത്ത് ഫിലിമും കണ്ടോണ്ട് ഞാൻ ഇന്നോട് പറയും. ഇത് വലിയ ചാലാണ്, അവന്റെ ഭയങ്കര ചാലാണ്. എന്ന് പറഞ്ഞാൽ യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നാൽ ഇന്ന് സാത്താൻ ശ്രമിക്കുന്നത് കുടുംബത്തിൽ നിന്നും ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന പൂർണ്ണമായിട്ട് ലഭിക്കരുത്. അതിന് ഒന്നിൽ ഭർത്താവിനെ പുറകോട്ട് പിടിക്കും, അല്ല ഭാര്യയെ പുറകോട്ട് പിടിക്കും. എവിടും അങ്ങനെ ഫോൺ കോൾ വരും, ഭർത്താവ് അതിനും ഭർത്താൻ പറഞ്ഞോണ്ടിരിക്കും, അല്ല ഭാര്യ അത്ത ഭർത്താൻ പറഞ്ഞോണ്ടിരിക്കും. ചൊവ്വേന്നേരെ കുടുംബാരാധന നടക്കത്തില്ല, ദൈവത്തെ ആരാധനിക്കാത്തില്ല. ഇത് സാത്താന്റെ വലിയ തന്ത്രമാണ്. പുരുഷന്മാർ മാത്രം പോയി ആരാധിച്ചോളാൻ പറഞ്ഞു, സ്ത്രീകളെ നിർത്തിയാൽ പറ്റും. ചൊവ്വേന്നേരെ ആരാധന നടക്കത്തില്ലല്ലോ, അല്ലേ? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കുകയാണ്. അതേ പുരുഷന്മാരെ മാത്രം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെ ഇവിടെ കിടക്കും, അല്ലെ ഭാര്യമാരെ ഇട്ടിട്ട് ഭർത്താക്കന്മാരെ ഇതൊക്കെ ആരാധിക്കാൻ പറ്റും. മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കും, എന്റെ കുഞ്ഞ്, എന്റെ പെണ്ണ്, എന്റെ, ഇല്ലേ? അതാണ് സാത്താന്റെ ഭയങ്കര അടവ്. ശ്രദ്ധിക്കണം, ഇത് വേറൊരു ലാംഗ്വേജിൽ, വേറൊരു ട്രാൻസ്ലേഷനിൽ സാത്താൻ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കുടുംബമായി എന്ത് ചെയ്യണം? കുടുംബമായി എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ആ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന മുതൽ കാഴ്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, അതൊന്ന് ചിന്തിച്ചു നോക്കി. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത അടവ് 10-ാം അധ്യായം 24-ാം വാക്യം. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചിട്ട് നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ. പൊക്കോ എന്റെ പൊന്നെ, നിങ്ങൾ പൊക്കോ, എല്ലാം കൂടെ പൊക്കോ. അടുത്തത്, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങനെ നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. പിള്ളേരെയും കൊണ്ടുപോകൂ, പക്ഷെ എന്താ കൊണ്ടുപോകരുത്? അതിന്റെ രഹസ്യം എന്താന്ന് പറയാ? അതിന്റെ അടവ് നോക്കി. ആദ്യം പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് വിട്ടില്ല, പിന്നെ പറഞ്ഞു പൊക്കോ, പക്ഷെ ദേശം വിട്ടു പോകരുത്. പിന്നെ പറഞ്ഞു പൊക്കോ പിടിക്കാം, പെതുക്കെ ലൂസ് ചെയ്ത് വിടുക, പെതുക്കെ അധികം ദൂരം പോകരുത്. പിന്നെന്താ പറഞ്ഞു? പുരുഷന്മാര് മാത്രം പൊക്കോ. പിന്നെ പറഞ്ഞു എല്ലാരും കൂടെ പൊക്കോ. പക്ഷെ സമ്പത്തല്ല പക്ഷേ, സമ്പത്തല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കന്നുകാലി, ആട് ഇവിടെ കിടക്കട്ടെ. എന്താ കാര്യം എനിക്ക് പറയാം? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. പഴയ നിയമത്തിൽ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് ആടുകളെ ബലി കഴിച്ചായിരുന്നു ആരാധിച്ചിരുന്നത്. ആടുകളെ ബലി കഴിച്ചില്ലെങ്കിൽ ആരാധന പൂർണ്ണമല്ല. പാപത്തിന്റെ പരിഹാരമായി രക്തച്ചൊരിച്ച് നടന്നില്ലെങ്കിൽ ആരാധന പൂർണ്ണമല്ല. ആ ആടുകൾക്ക് പകരമാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ആടിനെ കണ്ടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലാ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഇവിടെ ഫറവോൻ പറഞ്ഞത് ആടുമാടുകൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്തുവാ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ആരാധന നടക്കരുത്. നമ്മളതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിലൊക്കെ ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്, വിവിധ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ പുറകിൽ പിശാചിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന. ഇന്ന് രാത്രി എന്റെ മുമ്പിൽ സമയം തീർന്നു. കർത്താവ് പിന്നൊരു അവസരം ഞാൻ സംസാരിച്ചോളാം. ശ്രദ്ധിക്കണമേ. അതെ, സാത്താൻ, അതെ ഫറവോൻ അവരെ തടഞ്ഞെങ്കിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരു ജനം പുറപ്പെട്ടു. അവരെ ദൈവം എങ്ങനെ പരിപാലിച്ചതറിയാമോ? ദൈവത്തിനുള്ളവരെ ഒരു വീടിനകത്ത് കയറ്റിയിട്ട് ദൈവം പറഞ്ഞു, കട്ടളക്കാളിന്മേലും പുറംപടിമേലും രക്തമടയാളമിടാം. ആരാധിക്കാഞ്ഞ, ആരാധനയ്ക്ക് വിടാഞ്ഞ സകലടമേലും സംഹാരദൂതൻ വന്നു, എല്ലാവരെയും ന്യായം വിധിച്ചു. എന്നാൽ ആരാധിക്കാനായി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പടപ്പെട്ട ദൈവജനത്തെ ദൈവം രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിച്ചു. ആത്മീയാർത്ഥം എന്നാണെന്നറിയാമോ? നാം ഒരു തീരുമാനം എടുക്കാമെങ്കിൽ എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം,
എന്ത് സംഭവിച്ചാലും, ആര് എതിർത്താലും, എന്ത് തടസ്സങ്ങളുണ്ടായാലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും എന്നൊരു തീരുമാനമെടുക്കാമെങ്കിൽ, തീരുമാനമെടുക്കാമെങ്കിൽ നമ്മെ സൂക്ഷിക്കേണ്ട ദൈവത്തിന്റെ ജോലിയാണ്, നമ്മെ സംരക്ഷിക്കേണ്ട ദൈവത്തിന്റെ ജോലിയാണ്. കർത്താവിന്റെ രക്തത്തിനുള്ളിൽ നമ്മളെ മറയ്ക്കും. ആർക്ക് നമ്മെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ ശരണപ്പെടൂ. നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കാമെങ്കിൽ ദൈവം അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടി എടുക്കും. ദൈവം നോക്കുന്നു നമ്മുടെ ചിന്താഗതി എന്താണ്. ഞാനൊരു സഭയുടെ കാര്യമല്ല പറയുന്നത്, ഞാനൊരു സഭാ വിഭാഗത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഞാനൊരു മതത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മളിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനെ ആരാധിക്കണം. എന്നെ ആരാധിപ്പാൻ, എന്നെ ആരാധിപ്പാൻ, എന്നെ ആരാധിപ്പാൻ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കലകളെ വണക്കാം. ശാന്തമായി അവരവരായിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും പ്രാർത്ഥിച്ചാൽ, സഹോദരി സഹോദര, ദൈവം നിനക്ക് നല്ല ബുദ്ധി തന്നു, ദൈവം നിനക്ക് നല്ല ആരോഗ്യം തന്നു, ദൈവം നിനക്ക് നല്ല സൗന്ദര്യം തന്നു, ദൈവം നിനക്ക് നല്ല കുടുംബം തന്നു, ദൈവം നല്ല ഭവനം തന്നു. ഇതെല്ലാം തന്നത് എന്തിനാണെന്നറിയാമോ? നീ ദൈവത്തെ ആരാധിക്കാനാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ നിന്റെ സൗന്ദര്യത്തെ ആരാധിക്കരുത്, നീ നിന്റെ മുടിയെ ആരാധിക്കരുത്, നീ നിന്റെ ജോലിയെ ആരാധിക്കരുത്, നിന്റെ അപ്പനമ്മമാരെ നീ ആരാധിക്കരുത്, ആരെയും നീ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, പിശാചിനെ ആരാധിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവ് മാത്രമാണ്. യേശു കർത്താവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ലഭിക്കേണ്ട ആരാധന കിട്ടേണ്ട പോലെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം ദുഃഖിക്കുകയാണ്. മോളെ, മോനെ, ഞാൻ നിനക്ക് ആയുസ് തന്നത് നീ എന്നെ ആരാധിക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് നീ എന്നെ ആരാധിക്കണമെന്നുമാണ്. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചേ, നാം ആത്മാവിലും സത്യത്തിലുമാണോ ആരാധിക്കുന്നത്? എല്ലാവരും ഒന്ന് ചിന്തിച്ചേ, നാം ആത്മാവിലും സത്യത്തിലുമാണോ ആരാധിക്കുന്നത്? അത് എന്തെങ്കിലും ബുദ്ധിയുടെ പ്രമാണത്തിലാണോ ആരാധിക്കുന്നത്? അത് എഴുതി വെച്ച് പ്രാർത്ഥനയാണോ നാം പ്രാർത്ഥിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. ആത്മാവിന്റെ ആരാധനയിൽ സൗഖ്യമുണ്ട്, ആത്മാവിന്റെ ആരാധനയിൽ ബലമുണ്ട്, ആത്മാവിന്റെ ആരാധനയിൽ വിടുതലുണ്ട്, ആത്മാവിന്റെ ആരാധനയിൽ ഉദ്ധാരണമുണ്ട്, ആരാധനയിൽ അനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രി വിശുദ്ധ ബൈബിളിലെ തിരുവചനമാണ് നിങ്ങൾ കേട്ടത്. ഒരു തീരുമാനമെടുക്ക്. എന്റെ ബാക്കിയുള്ള ആയുസ് ഞാൻ ദൈവത്തെ ആരാധിക്കും. എന്റെ ബാക്കിയുള്ള ആയുസ് ഞാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. എന്ത് തടസ്സം വന്നാലും, എത്ര തടസ്സങ്ങൾ ഇട്ടാലും ഞാൻ ആ തടസ്സത്തെ വെല്ലുവിളിക്കും. ഞാൻ ആ തടസ്സത്തെ ഓവർകം ചെയ്യും. അതിനെ ജയിച്ച് ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കുമെന്ന് ഒരു തീരുമാനം എടുക്കാമോ? ഇതാ ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു.